അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെർബ് കാണാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ ഓക്സിലറിക്ക് അനുസരിച്ചുള്ള വെർബുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ സെന്റൻസിനനുസരിച്ചുള്ള ഓക്സിലറീസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഷീ ഡേഷ് ഓൾവേസ് റീഡ്സ് ഇംഗ്ലീഷ്. അവൾ എന്നും ഇംഗ്ലീഷ് വായിക്കാറില്ല. ഇല്ല എന്നുള്ള നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഡിഡിന്റ് ഉണ്ട്, ഡോണ്ട് ഉണ്ട്, ഡസിന്റ് ഉണ്ട്. എന്നും അവളുടെ ഒരു ശീലമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന് സ്യൂട്ടായ ഓക്സിലറി ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. നിങ്ങൾക്കുള്ള വർക്കാണ്. ഇനി നെക്സ്റ്റ്, ഐ ഡേഷ് സീൻ ഹിം റീസൺലി എന്നാണ്. ഞാൻ അവനെ ഈ അടുത്ത് കണ്ടിട്ടില്ല എന്നാണ്. റീസൺലി ഈ അടുത്ത്, ഇതും നെഗറ്റീവാണ്. അപ്പൊ ഏതായിരിക്കും ഈ അടുത്ത്? റീസൺലി, നൗ, എറ്റ്, ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏത് ഓക്സിലറി ആണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഐ സീൻ, പിന്നെ നമ്മുടെ വെർബും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. സബ്ജക്റ്റ് ഐ ആണ്, അതുപോലെ വെർബ് വരുന്നത് സീൻ എന്നാണ്, V3 ആണ്. ഏതായിരിക്കും നമ്മുടെ ഓക്സിലറി? ഓപ്ഷൻസ് ഏസിന്റെ, ഹാവിന്റെ, ഹാസിന്റെ. സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ്, ഐ ഡേഷ് ഈറ്റ് യെസ്റ്റർഡേ. ഇവിടെ യെസ്റ്റർഡേ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചില്ല എന്നാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ആൻഡ്, ഡോണ്ട്, ഡിഡ്. ഇന്നലത്തെ കാര്യമാണല്ലോ. ഏത് ഓക്സിലറി ആയിരിക്കും? നെക്സ്റ്റ്, വി ഡേഷ് റൈറ്റിംഗ് എ സ്റ്റോറി. ഞങ്ങൾ ഒരു കഥ എഴുതുകയാണ്. ഇവിടെ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പറയുന്നത്. ഞങ്ങളാണ് സബ്ജക്റ്റ്. ഏത് ഓക്സിലറി ആയിരിക്കും? ഏസ് ഉണ്ട്, ഹാസ് ഉണ്ട്, ആർ ഉണ്ട്. കണ്ണുമടച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അവസാനം വരുന്നത് ഡസ് ഹി ഡേഷ് എ ന്യൂ ബാഗ്. അവന് ഒരു പുതിയ ബാഗ് ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തു ഒരാൾക്ക് ഉണ്ടോ എന്നാണ്. സബ്ജക്റ്റ് ഇവിടെ അവൻ എന്നാണ്. അപ്പൊ ഡസ് ഹി ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഓക്സിലറി ഇവിടെ എത്തുമല്ലോ. ഡസ് ഹി ഡേഷ് എ ന്യൂ ബാഗ്. സബ്ജക്റ്റ് അവനാണ്. ഡസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഓക്സിലറി ആണ് വേണ്ടത്? ഈസ് ആണോ, ഹാസ് ആണോ, ഹാവ് ആണോ? കറക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അന്ന് വെർബ് കറക്റ്റ് ചെയ്തതുപോലെ തന്നെ ഓക്സിലറിയെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സെന്റൻസ് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, നിങ്ങൾക്ക് നമ്പർ ഇട്ടിട്ട് അതിന് നേരെ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ സെന്റൻസ് കംപ്ലീറ്റഡ് ആക്കാം. ഞാൻ ഇവിടെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.